അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് കാപ്പാട് കിച്ചണിലേക്ക് ഓടി വന്നോളി കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കാണുന്നുണ്ടാവും. ഞാനിതാ ഇവിടെ ഓട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 സ്പൂണ് കടലമാവാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ബാക്കി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കുറച്ച് മുളക് പൊടി കേട്ടോ. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉപ്പ്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 പീസ് തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ. തക്കാളി കൈകൊണ്ടൊന്ന് ഞെമിണ്ടി എടുത്താൽ മതി. വളരെ കുറച്ച് തക്കാളി. പിന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് നല്ലൊരു ഓട്സ് വട ഉണ്ടാക്കിയിട്ട് എടുക്കാമോ. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിയും കൂടെ നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ഈ ഓട്സ് ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് ഞെരടിയിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കണ്ടില്ല, നമ്മളെ ഓട്സ് വടക്ക് വേണ്ട സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് ഞെമിണ്ടി എടുക്കണം. വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ, വെള്ളം ചേർക്കണ്ടേ. ഈ സവാളൻ്റെ വെള്ളത്തിൽ തന്നെ അത് നനഞ്ഞിട്ട് കിട്ടുവേ. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ 10 മിനിറ്റിൽ കൂടുതലായിട്ടോ സമയം ഇതിവിടെ വെച്ചിട്ട്. അപ്പോൾ ഞാനിതാ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ നമുക്കിങ്ങനെ വട ഉണ്ടാക്കാം കേട്ടോ. ഞാനിങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ നമുക്കെല്ലാം പരത്തിയിട്ടെടുക്കാം കേട്ടോ. അതാ ഇതേപോലെ കൈ കൊണ്ട് തന്നെ പരത്തിയെടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല എരിവും എല്ലാം ഉണ്ട്. എളുപ്പ പണിയാണ്. ഓട്സ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതെല്ലാം ഇതേപോലെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് വട ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പം ഇതാ നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് വട പൊരിച്ചെടുക്കാം കേട്ടോ. ഓരോന്നോരോന്നായിട്ട് വേവിച്ചിട്ടെടുക്കാം. ചെറിയ തീയിലേ വെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. ഓട്സ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട് മക്കൾ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കമൻറ്റ് പറയണം. കാപ്പാടിനെ സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും കാപ്പാടിൻ്റെ സ്നേഹം മാത്രം. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും. ഇത് ഉള്ളി ബജി അല്ല കേട്ടോ. അപ്പോൾ ഉള്ളി ബജി അല്ല, ഇത് സോഫ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഓട്സ് കൊണ്ട് വട ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഓട്സ് കൊണ്ട് നമുക്ക് എന്തെല്ലാം ഉണ്ടാക്കാം എന്ന് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നവർക്കും ഓക്കെ ബൈ.